ഇന്ന് നമ്മൾ നന്ദി പറയുന്നത് അമ്മയുടെ സമാധാനത്തിനാണ്, അമ്മയുടെ ഇമോഷനാണ്. അമ്മയുടെ സമാധാനം എന്തുകൊണ്ട് ഒരു കുഞ്ഞിന്റെ ഭാവി മാറ്റുന്നു? ഒരു കുഞ്ഞ് ഈ ലോകം ആദ്യം പഠിക്കുന്നത് പുസ്തകങ്ങളിലൂടെയല്ല, അമ്മയുടെ സാന്നിധ്യത്തിലൂടെയാണ്. അമ്മയുടെ ഉള്ളിൽ കിടന്നാണ്. അമ്മയുടെ മുഖത്തെ സമാധാനം, ശബ്ദത്തിലെ മൃദുത്വം, കൈയുടെ സ്പർശത്തിലെ സുരക്ഷ എന്നിവയൊക്കെയാണ് കുഞ്ഞിന്റെ ഉള്ളിൽ ഞാൻ സുരക്ഷിതനാണ് എന്ന ബോധം വെളിയിൽ വന്നതിന് ശേഷം എത്തിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അമ്മ ശാന്തമായാൽ കുഞ്ഞും ശാന്തമാകുന്നത്. കുഞ്ഞ് അമ്മ പറയുന്ന വാക്കുകളേക്കാൾ കൂടുതൽ അമ്മയുടെ ഉള്ളിലെ നിലപാടാണ് ആദ്യം വായിക്കുന്നത്. അമ്മയുടെ ഇന്നർ പീസാണ് കുഞ്ഞിന്റെ നെർവസ് സിസ്റ്റത്തിന്റെ ആദ്യത്തെ ലാംഗ്വേജ്. അമ്മ ശാന്തമായാൽ കുഞ്ഞ് ശാന്തമാകും. അമ്മയുടെ മനസ്സ് വേഗം പൊട്ടിത്തെറിക്കാതെ മൃദുവായി പ്രതികരിക്കാൻ പഠിച്ചാൽ കുഞ്ഞിന്റെ ഭയവും കുറയും. അമ്മയുടെ ഉള്ളിൽ സ്ഥിരതയുണ്ടെങ്കിൽ കുഞ്ഞിന് പുറത്തുള്ള ലോകം അത്ര ഭയപ്പെടുത്തുന്നതായി തോന്നില്ല. അതുകൊണ്ട് കുട്ടികളെ മാറ്റാൻ ശ്രമിക്കുന്നതിന് മുൻപ് അമ്മയുടെ സമാധാനം സംരക്ഷിക്കുന്നതാണ് കുടുംബത്തിന്റെ ഉത്തരവാദിത്തം. ഏറ്റവും വലിയ പേരന്റിംഗ് വിസ്ഡമാണത്. ഒരു ശാന്തമായ അമ്മ ശാന്തമായ കുഞ്ഞിന്റെ അടിത്തറയാണ്. കുഞ്ഞും അമ്മയും ശാന്തമായാൽ അച്ഛനും കുടുംബാംഗങ്ങളും ശാന്തമാകും. വീട്ടിൽ അമ്മയും കുഞ്ഞും ശാന്തരായാൽ ആ സമാധാനം വീട്ടിലെ മറ്റെല്ലാവരിലേക്കും പകരും. ചെറിയ കാര്യങ്ങൾ വലിയ വഴക്കുകളാകാതെ പോകും. അച്ഛൻ വീട്ടിലേക്ക് വരുമ്പോൾ ടെൻഷൻ ഉണ്ടാവില്ല. ഒരു ശാന്തത അനുഭവിക്കാൻ തുടങ്ങും. വീട്ടിലെ മറ്റു മുതിർന്നവർക്കും സഹോദരങ്ങൾക്കും എല്ലാവർക്കും ആ അന്തരീക്ഷം ഒരാശ്വാസമാകും. ഒരു വീട്ടിൽ ഒരാളുടെ അശാന്തി പകരുന്നത് പോലെ തന്നെയാണ് ഒരാളുടെ സമാധാനവും മറ്റുള്ളവരിലേക്ക് പകരുക. അതിൽ ഏറ്റവും വലിയ ശക്തി അമ്മയുടെ കൈകളിൽ തന്നെയാണ്. കുടുംബത്തിൽ എല്ലാവരും ശാന്തമായി പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ മറ്റുള്ളവരുടെയും ശാന്തത ഉണരും. അശാന്തിയുള്ള വീട്ടിൽ എനർജി മുഴുവനും മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് കൈകാര്യം ചെയ്യാനാണ് പോകുന്നത്. പക്ഷേ സമാധാനമുള്ള വീട്ടിൽ അതേ എനർജി പ്രവർത്തനത്തിലേക്ക് മാറും. പഠിക്കാനിരിക്കുന്ന കുട്ടിക്ക് പഠിക്കാം, ജോലി ചെയ്യുന്നവർക്ക് ശ്രദ്ധയോടെ ജോലി ചെയ്യാം. വീട്ടുപണികൾ ഭാരമായി തോന്നാതെ ഫ്ലോ ആയിട്ട് നടന്നു പൊക്കോളും. മനസമാധാനം ഉള്ളിടത്ത് മനുഷ്യരുടെ കഴിവ് തുറക്കും. അപ്പോൾ വീട് ഒരു പ്രശ്നസ്ഥലമല്ല, ഒരു ശക്തിസ്ഥലമായി മാറും. പ്രവർത്തിക്കുന്ന വീട്ടിൽ ശ്രദ്ധ പ്രവൃത്തിയിൽ മാത്രമായിരിക്കും. പ്രവർത്തിക്കുന്ന വീട്ടിൽ ആരാണ് എന്താണ് പറഞ്ഞത്, ആരാണ് മിണ്ടാതിരുന്നത്, ആരാണ് പിണങ്ങിയത്, ആരെന്ത് ചെയ്തു, അപ്സെറ്റായി എന്നതിലായിരിക്കില്ല ശ്രദ്ധ മുഴുവൻ. അവിടെ ശ്രദ്ധ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നതിലാവും. ഓരോ വ്യക്തിയും ഇപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വീട്ടിൽ ശാന്തത മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ വീട്ടിൽ ഇമോഷണൽ ലീക്കേജ് കുറയും, ടൈം വേസ്റ്റ് ആകുന്നത് കുറയും, ലക്ഷ്യം വ്യക്തമായിരിക്കും. കുടുംബത്തിലെ ഓരോ അംഗങ്ങളുടെയും ലക്ഷ്യം കുടുംബത്തിന്റെ മുഴുവൻ ലക്ഷ്യമായി മാറുകയും ചെയ്യും. പ്രവർത്തനത്തിലേക്ക് തിരിഞ്ഞ വീട്ടിൽ ഡിസിപ്ലിൻ ബലമായി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അവിടെ അത് സ്വാഭാവികമായി വന്നുകൊള്ളും. അങ്ങനെ ശ്രദ്ധ പരിശീലിക്കുന്ന വീട്ടിലെ കുട്ടിക്ക് സ്വാഭാവികമായി ശ്രദ്ധ ഉണ്ടാകാൻ തുടങ്ങും. കുട്ടികൾക്ക് ശ്രദ്ധ തിയറിയായി അല്ല പഠിപ്പിക്കേണ്ടത്, അവർ കാണുന്നതാണ് പകർത്തുന്നത്. വീട്ടിൽ മുതിർന്നവർ സ്കാറ്റേഡായി ജീവിച്ചാൽ, വഴക്കുണ്ടാക്കി ജീവിച്ചാൽ കുട്ടിയും സ്കാറ്റേഡാകും, വഴക്കും ഉണ്ടാവും. വഴക്ക് സ്ഥിരമായി മാറുമ്പോൾ ആ കുടുംബത്തിന്റെ മുഴുവൻ സ്വസ്ഥതയും നഷ്ടമാകും. ആരോഗ്യം, സന്തോഷം, സമ്പത്ത്, മനസ്സമാധാനം, ബന്ധങ്ങള് എന്നിവയെല്ലാം തകർത്തുകൊണ്ട് കുടുംബത്തിലെ മുഴുവൻ അവസ്ഥയും മോശമാകാൻ തുടങ്ങും. വീട്ടിൽ ഫോക്കസ് ഉള്ള സംസ്കാരം ഉണ്ടെങ്കിൽ കുട്ടിക്കും ഫോക്കസ് വരും. കുട്ടിക്ക് ഗോൾ ഉണ്ടെങ്കിൽ ആ ഗോളിലേക്ക് എത്തുവാനുള്ള മാർഗം റെഡിയാക്കാൻ വേണ്ടി കുടുംബത്തിലെ ഓരോ അംഗങ്ങളും മത്സരിക്കാൻ തുടങ്ങും. ഓരോ വ്യക്തികളുടെയും ഗോള് കുടുംബത്തിന്റെ ഗോളായി മാറും. പഠിക്കുമ്പോൾ പഠിക്കാൻ, കേൾക്കുമ്പോൾ കേൾക്കാൻ, സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കാൻ, ഒരു കാര്യം തുടങ്ങിയാൽ അത് പൂർത്തിയാക്കാൻ, ഇവയെല്ലാം വീട്ടിലെ അന്തരീക്ഷത്തിൽ നിന്നാണ് കുട്ടി പരിശീലിക്കുന്നത്. അതുകൊണ്ട് ശ്രദ്ധയുള്ള കുട്ടിയെ വേണമെങ്കിൽ ആദ്യം ശ്രദ്ധയെ മാനിക്കുന്ന വീടാണ് വേണ്ടത്. ശ്രദ്ധ ഉള്ളിലെ വെളിച്ചം ഉണർത്തും. ശ്രദ്ധിക്കുക എന്നത് പഠനവും മാർക്കും ഒന്നുമല്ല, അതൊരു ടെക്നിക്കല്ല, അത് ഉള്ളിലെ വെളിച്ചം ഉണർത്തുന്ന വഴിയാണ്. ഒരു കുട്ടി ശ്രദ്ധിക്കാൻ പഠിച്ചാൽ
അവൻ പുറത്തുള്ള എല്ലാ ഡിസ്ട്രാക്ഷൻസും മാറ്റിവെച്ചിട്ട് സ്വന്തം ഉള്ളിലെ ക്ലാരിറ്റി കൂടുതലായി അനുഭവിക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം എന്ന് പണ്ടുള്ളവർ പറഞ്ഞത്. ശ്രദ്ധ വന്നാൽ വ്യക്തത വരും, ക്ലാരിറ്റി. വ്യക്തത വന്നാൽ തിരിച്ചറിവ് വരും. തിരിച്ചറിവെന്നാൽ ജ്ഞാനമാണ്, അറിവല്ല. സ്വന്തം ഉള്ളിൽ നിന്നും കാര്യകാരണ വിവേചന ശേഷിയോടെ ഓരോ കാര്യങ്ങളും ചെയ്യുവാനുള്ള ജ്ഞാനമാണ് ഒരു വ്യക്തിയുടെ പ്രാപ്തി നിശ്ചയിക്കുന്നത്. ആ ജ്ഞാനത്തിൽ ആക്ഷൻ എടുത്താൽ കുട്ടിക്ക് വിജയിക്കാം. ആ ജ്ഞാനമാണ് കുട്ടിയുടെ ഇന്നർ ലൈറ്റ്. ശ്രദ്ധിക്കാനുള്ള ജ്ഞാനം നേടുന്ന കുട്ടിയുടെ പിന്നാലെ നിർബന്ധിച്ച് നടക്കണ്ട, അത് പഠിക്ക് ഇത് പഠിക്കെന്ന് പറഞ്ഞ്. ഒരു കുട്ടി തൻ്റെ ഉള്ളിലെ വെളിച്ചവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഓരോ കാര്യത്തിനും പിന്നാലെ ഓടി നടക്കേണ്ട അവസ്ഥയുണ്ടാവില്ല. പിന്നാലെ നടന്ന് പറയേണ്ട കാര്യമില്ല. മൊബൈൽ ഉപേക്ഷിക്കാൻ ശാസനയുടെ ആവശ്യമില്ല. ഉള്ളിൽ ഒരു ദിശ വേണം, അത്രമാത്രം. ആ ദിശ കിട്ടിയ കുട്ടി സ്വന്തം കാര്യം നോക്കിക്കൊള്ളും. സ്വന്തം പഠന സമയം ക്രമീകരിച്ചുകൊള്ളും, പഠിച്ചുകൊള്ളും, വായിച്ചുകൊള്ളും, എക്സർസൈസ് ചെയ്തുകൊള്ളും. സമയം കൃത്യമായി ക്രമീകരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തി നേടും. സ്വന്തം ശരീരം എങ്ങനെ നോക്കണമെന്ന് തിരിച്ചറിയും. ഒരുപാട് സ്വപ്നങ്ങൾ കാണാൻ പഠിക്കും. ഭാവനയുണരും. അതിനനുസരിച്ച് പ്രവർത്തിക്കുവാൻ തയ്യാറാകും. ഇവയെല്ലാം തന്നെ അവനവന് കൈകാര്യം ചെയ്യാനുള്ളതാണെന്ന് ഉത്തമ ബോധ്യവും ഉണ്ടായിരിക്കും. മൊബൈൽ അവൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രമാവില്ല. കാരണം അവന് അതിലും വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന ബോധം അവൻ്റെ ഉള്ളിൽ നിന്ന് വരാൻ തുടങ്ങും. അമ്മയുടെ ഇന്നർ പീസിന് നന്ദി. അമ്മയുടെ ഉള്ളിലെ ശാന്തമായ അവസ്ഥയ്ക്ക്. അമ്മയുടെ ഇന്നർ പീസ് എന്ന് പറയുന്നത് വ്യക്തിപരമായ ഒരു ലക്ഷറി അല്ല, അതൊരു കുടുംബത്തിൻ്റെ അടിത്തറയാണ്. അമ്മ ശാന്തമായാൽ കുഞ്ഞ് ശാന്തമാകും. കുഞ്ഞും അമ്മയും ശാന്തമായാൽ കുടുംബം ശാന്തമാകും. കുടുംബം ശാന്തമായാൽ കുടുംബത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും കൃത്യമായ രീതിയിൽ നടന്നുകൊണ്ടേയിരിക്കും. പ്രവർത്തിക്കുന്ന വീട്ടിൽ ശ്രദ്ധ ജനിക്കും. ശ്രദ്ധ ഉള്ളിലെ വെളിച്ചം ഉണർത്തും. ആ വെളിച്ചം ഉണർന്ന കുട്ടിക്ക് പിന്നാലെ യാതൊരു നിർബന്ധത്തിൻ്റെയും ആവശ്യമില്ല. അതിനാൽ ഇന്ന് നമുക്കിങ്ങനെ പറയാം, ഹൃദയത്തിൽ നിന്ന് പറയാം, ഒരു അമ്മയുടെ സമാധാനം വീട്ടിൻ്റെ കാണാത്ത അനുഗ്രഹമാണ്. ഓർമ്മിക്കുക, അമ്മയെ സന്തോഷത്തോടെ ഇരുത്താൻ ഓരോ മക്കൾക്കും ഉത്തരവാദിത്വമുണ്ട്. അച്ഛനെ സന്തോഷത്തോടെ ഇരുത്താൻ ഓരോ മക്കൾക്കും ഉത്തരവാദിത്വമുണ്ട്. മക്കളെയും അമ്മയെയും അച്ഛനെയും ഒരുപോലെ സന്തോഷത്തോടെ ഇരുത്താൻ കുടുംബത്തിലെ മറ്റു മുതിർന്ന അംഗങ്ങൾക്കും ഉത്തരവാദിത്വമുണ്ട്. കാരണം അവർ നിങ്ങളുടെ മക്കളാണ്. ഇവിടെ ഒന്നേ പറയാനുള്ളൂ, ജീവിതം ക്ഷണികമാണ്. ഈ നിമിഷത്തിൽ ജീവിക്കുക. ചെയ്യാവുന്നതിൻ്റെ പരമാവധി കാര്യങ്ങൾ ഉത്തരവാദിത്വത്തോടെ ചെയ്ത് അവനവനോട് നീതി പുലർത്തിക്കൊണ്ട് നമുക്ക് മുന്നേറാം. താങ്ക് യു. ലവ് യു. ബ്ലെസ് യു.